സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയ മതഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടൊരു നല്ല കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഇനി ഇത് കാണുമ്പോൾ ഞാൻ കമ്മിയാണെന്നോ ഞാൻ മറ്റേതെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അനുകൂലിക്കുന്ന ഒരാളാണെന്നോ പറയുന്ന ആളുകൾ കാണും. പുതുതായി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളായിരിക്കും അങ്ങനെ പറയുക. പഴയ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആരും ആ രീതിയിൽ പറയില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. കാരണം നമ്മൾ ഒരു പാർട്ടിയെയും അനുകൂലിച്ചുകൊണ്ട് കൂടെ നിൽക്കാറില്ല. നല്ല കാര്യം ആര് ചെയ്യുന്നോ അവരെപ്പറ്റി നമ്മൾ നല്ലത് പറയും. അതേ ആളുകൾ തന്നെ കൊള്ളരുതായ്മയും തന്തയ്ക്ക് പിറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ പറ്റിയും നമ്മൾ മോശമായിട്ടും വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് നമ്മുടെ ചൂരൽമല, മുണ്ടക്കൈ ചൂരൽമല വയനാടുണ്ടായ ദുരന്തത്തെ പറ്റി നമുക്കറിയാം. 2024 കേരളത്തിനെ നടുക്കിയ ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് ചൂരൽമലയിൽ ഉണ്ടായത്. ആ ഒരു ദുരന്തത്തിൽ ഒരുപാട് ആളുകളുടെ ജീവിതമാണ് നഷ്ടമായത്. ജീവിതങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കൂടപ്പിറപ്പുകൾ, അവരുടെ കുടുംബം, അവരുടെ വീട്, അങ്ങനെ എല്ലാം, അവരുടെ മണ്ണടക്കം എല്ലാം നഷ്ടമായത് ആ ഒരു വലിയ ദുരന്തത്തിലായിരുന്നു. അതിനുശേഷം ആ ഒരു ദുരന്ത മുഖത്ത് നിന്ന് അവരെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നു. കേന്ദ്ര ഗവൺമെൻറ് വന്നു, കേരള ഗവൺമെൻറ് വന്നു, പല ആളുകളും രാഷ്ട്രീയത്തിലും നമ്മുടെ സിനിമാ രംഗത്തുമൊക്കെ ഉള്ള ഒരുപാട് ആളുകളുടെ സഹായ സാന്നിധ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം വയനാട്ടിലേക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും പല പഞ്ചായത്തുകളിൽ നിന്നുമൊക്കെ ഒരുപാട് ഡ്രസ്സുകളും ഒരുപാട് അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങളും മെഡിസിൻസും എല്ലാം ശേഖരിച്ചു കൊണ്ടുപോകുന്ന വലിയൊരു എല്ലാവരുടെ ഒരു ഐക്യം, ഒത്തൊരുമ എല്ലാം നമ്മൾ ആ ഒരു സംഭവത്തിൽ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപനവും എല്ലാം നമ്മൾ കണ്ടിരുന്നു. നമുക്കറിയാം, നരേന്ദ്രമോദി നേരിട്ട് സന്ദർശിച്ച് ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങളുമൊക്കെ നൽകിയിട്ടായിരുന്നു ഈ ദുരന്ത മുഖത്ത് നിന്ന് തിരികെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങിയത്. ആ ദുരന്ത മുഖത്ത് വന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയും ജീവിതം തിരികെ പിടിക്കാനായിട്ട് രക്ഷപ്പെട്ട് ദൈവം ബാക്കി വെച്ച കുറച്ച് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെയൊക്കെ കുട്ടികളെയും അമ്മയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി വലിയ രീതിയിൽ ആശ്വാസ വാക്ക് പകർന്നിട്ട് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ്. പലരും നരേന്ദ്രമോദിജി ഇതുപോലൊരു നല്ല മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്തേക്ക് വന്നു. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം 2025 ആയപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു റിക്വസ്റ്റ് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചു. അതായത് ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഒരു ടൗൺഷിപ്പ്, അല്ലെങ്കിൽ അവർക്ക് ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തിരികെ കൊണ്ടുവരാനായിട്ട് ഒരു പണത്തിൻ്റെ ഒരു സപ്പോർട്ട് വേണം, അങ്ങനെ ഒരു ഫണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും 2000 കോടിക്ക് മുകളിൽ 2200 സംതിങ് ആണ്, ആ ഒരു അത്രയും എമൗണ്ടാണ് കോടികളായിട്ട് ഫണ്ട് അനുവദിക്കാൻ ചോദിച്ചത്. എന്നാൽ കേന്ദ്രം അവിടെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ബഡ്ജറ്റ് അവതരണത്തിൽ വന്നതുപോലെ തന്നെ അന്ന് ഇപ്പം നമുക്ക് ആമയാണല്ലോ തന്നത്, അന്ന് കേന്ദ്രം പറഞ്ഞത് 260 കോടി വെച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്താൽ മതി എന്നാണ്. അത് മാത്രവുമല്ല, വേറെയും കാര്യങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ വയനാട്ടിൽ ദുരന്തം ബാധിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ വായ്പയൊക്കെ ഉണ്ടായിരുന്നു. ആ വായ്പ എമൗണ്ടുകളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല, അതൊന്നും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. അത് അടയ്ക്കാനുള്ളവർ അടച്ചേ മതിയാകൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഫണ്ട് അടയ്ക്കണം, എങ്ങനെയെങ്കിലും അടയ്ക്കണം. മരിച്ചവർ പോയി, ജീവിച്ചിരിക്കുന്നവർ ആ ഫണ്ട് അടച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അവഗണനയെ നമ്മൾ കണ്ടു. ആദ്യം തന്നെ നമ്മൾ കണ്ടു, ഫണ്ട് ചോദിച്ചപ്പോൾ ഫണ്ട് അനുവദിക്കാതെ 260 കോടി അയച്ചു കൊടുത്തിട്ട് പിന്നീട് അതും പൂർണ്ണമായിട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരുപാട് നല്ല സുമനസ്സുകളുടെ സഹായ സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പുനരധിവാസം സാധ്യമായത്. അപ്പം അങ്ങനെ നമ്മുടെ സർക്കാർ ഇന്ന്, അതായത് മാർച്ച് 1-ാം തീയതി, ഈ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം, അതായത് ടൗൺഷിപ്പിൻ്റെ എല്ലാ പരിപാടികളും ഏകദേശമൊക്കെ പൂർണ്ണമായതിനു ശേഷം ഓരോ ആളുകൾക്ക് പട്ടയം നൽകുകയും ഓരോ ആളുകൾക്ക് അവരവരുടെ വീടുകൾ നൽകുകയും ചെയ്യുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങുകളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. അതായത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഒരുപാട് മന്ത്രിമാരുമൊക്കെ പങ്കെടുത്തൊരു ചടങ്ങായിരുന്നു. ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. അതിൽ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. നരേന്ദ്രമോദി വന്നപ്പോൾ നരേന്ദ്രമോദി ചേർത്ത് പിടിച്ചൊരു കുഞ്ഞ്, അതേസമയം ആ കുഞ്ഞിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളെപ്പറ്റി പറയാം. ഇതാണ് നരേന്ദ്രമോദി ആദ്യം വന്നിട്ട് ആ കുഞ്ഞിനെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്, കാണാമല്ലോ, കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള മെഴുകലുകളൊക്കെയായിരുന്നു ആ കുഞ്ഞിൻ്റെ അടുത്ത് വന്നിരുന്നത് കാണിച്ച, വലിയ പ്രഹസനമൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആ കുഞ്ഞ് വന്നപ്പോൾ ഉള്ള ഒരു കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? ഈ മനുഷ്യൻ ആരുടെയും മുൻപിൽ ചിരിക്കാറില്ല എന്നാണ് പലരും പറയുന്നത്. ആ ചിരിക്കാത്തൊരു മനുഷ്യൻ ആ കുഞ്ഞിനെ കാണുമ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ. ചിരിക്കാത്തൊരു മനുഷ്യൻ്റെ മുഖമാണോ നിങ്ങളവിടെ കാണുന്നത്?
വളരെ സന്തോഷകരമായ ഒരു വാർത്ത, അല്ലെ ഒരു നിമിഷം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നട്ടലുള്ള, അല്ലെ കേരളത്തിൻ്റെ ഒറ്റ തന്തയ്ക്ക് പിറന്ന ക്യാപ്റ്റൻ ഇരട്ടച്ചങ്കൻ അദ്ദേഹം അവിടെ ഇരുത്തുന്നുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിനോട് നമുക്ക് വിമുഖതയും പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകളിലൊക്കെ നമുക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിലിരിക്കുന്ന പല ആളുകളും കാണിക്കുന്ന വൃത്തികെട്ട കളികളൊക്കെ നമുക്കറിയാം. അതിൻ്റെയൊക്കെ കുറച്ച് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ പിണറായി വിജയൻ സഖാവിൻ്റെ ടീംസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ബാക്കിയെല്ലാം മറ്റുള്ളവർ ചെയ്തതിൻ്റെ അത്രയും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കൊള്ളരുതായ്മ കണ്ടാൽ അത് കൊള്ളരുതായ്മയാണെങ്കിൽ അങ്ങനെ തന്നെ പറയണം. എത്ര നല്ല കാര്യം ചെയ്താലും ഒരു കൊള്ളരുതായ്മ ചെയ്താൽ അത് അങ്ങനെ തന്നെ പറയണം. നല്ലതിൻ്റെ കൂട്ടത്തിൽ അത് കൂട്ടിച്ചേർക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച തോന്നിവാസവും അവരുടെ അവഗണനയും അവരുടെ പിതൃശൂന്യത്തരവും ഒക്കെ അത് ഒന്നും മുഖവിലക്കെടുക്കാതെ നിങ്ങളുടെ 1 രൂപ പോലും വേണ്ട, ഞങ്ങളെല്ലാം ചെയ്തു കൊടുത്തോളാമെന്ന് പറഞ്ഞ നമ്മുടെ ഇരട്ടച്ചങ്കൻ അതായിരുന്നു പിണറായി വിജയൻ സഖാവ്. ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ തന്നെ തെളിവ് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു പുനരധിവാസത്തിൻ്റെ ആ ഒരു ഉദ്ഘാടന ചടങ്ങുകൾ, അല്ലെങ്കിൽ ആ ഒരു വീട് അവരുടെ കൈകളിലേക്ക് ആ വീടിൻ്റെ ചാവി കൊടുക്കുന്ന, ആ താക്കോൽ കൊടുക്കുന്ന ആ ദാന ചടങ്ങ്. നമുക്കറിയാം 1 രൂപ പോലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങളിത് സാധ്യമാക്കുമെന്ന് പറഞ്ഞ ആ ഒരു വാശിയായിരുന്നു നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്. അതെന്തായാലും പറഞ്ഞതുപോലെ തന്നെ അവർ നടപ്പിലാക്കി. ആ വീട് അവർക്ക് അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് വീടിൻ്റെ താക്കോലും ദാനവും നടന്നു. അപ്പോൾ ആ ഒരു ടൗൺഷിപ്പിൽ എത്രയോ ആളുകൾക്കാണെന്നറിയോ, അവർക്ക് ശരിക്കും പറയുന്നത് ഒരു പുനരധിവാസം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ശരിക്കും അവർക്ക് പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ടുള്ളൊരു താങ്ങാണ്. അതിന് വേണ്ടിയിട്ട് മലയാള സിനിമാ രംഗത്തും മലയാളത്തിൽ മാത്രമല്ല മറ്റുള്ള അന്യഭാഷയിലുമൊക്കെ ഒരുപാട് നടന്മാരുടെ ഒരു സംഭാവന ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് നടന്മാരുടെയും ഒരുപാട് സാംസ്കാരിക രംഗത്തുള്ളവരുടെയും ഒരുപാട് സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു പുനരധിവാസത്തിൻ്റെ ഒരു ചടങ്ങുകൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. അങ്ങനെ വന്ന ആളുകളുടെയൊക്കെ കൈകളിലേക്ക്, അല്ലെങ്കിൽ അവർക്കൊക്കെ അർഹമായിട്ടുള്ള വീട് നൽകുന്ന ആ ഒരു ചടങ്ങാണ് നമ്മൾ കണ്ടത്. അതിൽ നമുക്ക് ബാക്കി വീഡിയോയിലൊക്കെ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ ഞാൻ കണ്ടൊരു എന്താ പറയുക, മനസ്സിനെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെല്ലാവരും വിഷമിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട്. അതായത് ഈ ഒരു സ്വപ്ന ഭവനം, അല്ലെങ്കിൽ അവരുടെയൊക്കെ പുനരധിവാസം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതം തിരികെ കൊണ്ടുവരാനായിട്ട് സർക്കാർ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ ഒരു കരുണയിലൊക്കെ സന്തോഷം തോന്നിയ ഒരു ശോഭന എന്ന് പറയുന്നൊരു അമ്മ, ആ അമ്മ കെ രാജൻ എന്ന് പറയുന്നൊരു മന്ത്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗ വേദിയിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൻ്റെ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ എന്തായാലും കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. 178 ഭവനങ്ങളല്ല, 178 മനുഷ്യ ജീവിതങ്ങൾ. ഞാൻ കുറച്ചു നേരത്തെ ഈ വേദിയുടെ ഈ സദസ്സിന്റെ നടുവിലിരിക്കുന്ന ശോഭന ചേച്ചിയെ കണ്ടു. അവർക്ക് കിട്ടിയിട്ടുള്ളത് 92 നമ്പർ വീടാണ്. കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. അവർ മുഖ്യമന്ത്രിയോട് പറയാൻ ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തി. എനിക്ക് മരണപ്പെട്ടുപോയ മകളായി ഇനി ഞാൻ ഈ 92 നമ്പർ വീടിനെ കാണും, സ്വന്തമായി നഷ്ടപ്പെട്ട ഒരു മകൾക്കു പകരമായി എന്ന് ശോഭന ചേച്ചി പറഞ്ഞപ്പോ കയ്യിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെടുക എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്ന അനുഭവം ഉണ്ടായി. എങ്ങനെ ഈ വിജയഗാഥ കേരളത്തിൽ എതിർക്കാനായി? ഒരു നഗരമെന്ന മുൻപരിചയങ്ങളില്ലാത്ത, മുൻ അനുഭവങ്ങളില്ലാത്ത ഒരു നാട്ടിൽ സഹായിക്കേണ്ടവർ പോലും കേന്ദ്ര ഗവൺമെന്റ് അടക്കം ക്രൂരമായ സമീപനത്തോടെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും കേരളം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമിറങ്ങില്ല ലോകമലയാളം എന്ന യാഥാർത്ഥ്യം. അതിന്റെ ഒരു ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. എൻ്റെ മക്കളെ, അദ്ദേഹം പറയുന്ന വാക്കുകൾ കണ്ടില്ലേ? വന്ന് പ്രഹസനം കാണിക്കാനും ഫോട്ടോ എടുക്കാനും കഴിഞ്ഞിട്ട് ഈ സംഘികളെ കഴിഞ്ഞിട്ടുള്ള ഒരാൾ നരേന്ദ്രമോദി വരുന്നു, അയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ മേരെ പേര് ദേശവാസിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രഹസനങ്ങൾ കാണിക്കുന്നു. കൊറോണ സമയത്ത് പാത്രം അടിച്ചാൽ മതി, കൊറോണ ഓടിപ്പോകുമെന്ന് പറഞ്ഞ ലോക തോൽവികൾ, അല്ലെ ലോക വാണങ്ങൾ. ഇവന്മാരൊക്കെ ഇവിടെ വന്നിട്ട് എന്തുണ്ടാക്കി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുണ്ടായി എന്നല്ല, എന്തുണ്ടാക്കി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫോട്ടോ എടുക്കാനും പ്രഹസനം കാണിക്കാനും വൃത്തികേടുകൾ കാണിക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കും. എന്നാൽ ഒന്നും മിണ്ടാതെ, ദുരന്തമുണ്ടായ സമയത്ത് ഞാൻ എന്തെങ്കിലും വലുതായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വലിയ പ്രഹസനം കാണിക്കാതെ ഒന്നും മിണ്ടാതെ നിശബ്ദനായിരുന്നു ചെയ്തൊരു കാര്യം. ഒരു കമൻറ്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, വയനാട് ഉരുൾപൊട്ടിയപ്പോൾ മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിൽ പോയി ഗോഷ്ഠി കാണിക്കുകയോ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് സ്മിതവദനനായി അഭിനയിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്നിവിടെ എല്ലാവർക്കും വീട് വെച്ചു കൊടുത്തു. താൽക്കാലിക കയ്യടികൾക്കും പ്രീതിക്കും വേണ്ടി ആരെങ്കിലും തൃപ്തിപ്പെടുത്തി അഭിനയിക്കാനുള്ളതല്ല രാഷ്ട്രീയ ജീവിതമെന്ന് പിണറായി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അയാൾ ആ കസേരയിൽ നിന്നും മാറുമ്പോൾ ആ ശൂന്യതയുടെ ആഴം മലയാളികൾക്ക് മനസ്സിലാകും.
എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത്. CM എന്തൊക്കെ നിങ്ങൾ ആ മനുഷ്യനെ പറഞ്ഞുണ്ടാക്കി? അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രം ആ മനുഷ്യൻ്റെ കുടുംബത്തെ വരെ വേട്ടയാടി. ഈ പല കഥകളും പറഞ്ഞു നടക്കുന്നവർ ഒരു നാൾ അയാളായിരുന്നു ശരിയെന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ പറ്റി മോശമായിട്ട് പറഞ്ഞവരും വിമർശിച്ചവരുമെല്ലാം ഈ പിണറായി വിജയൻ സഖാവ് ചെയ്ത ഒരു പ്രവൃത്തിയെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹം ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ മോശം പറയാനായിട്ട് ചില ആളുകളുണ്ട് കേട്ടോ. VD സതീശൻ പറഞ്ഞത് VD സതീശൻ്റെ ഒരു മന്ത്രി എന്നപ്പോൾ മന്ത്രിയെ അവഹേളിച്ചു വിട്ട് ഞങ്ങളുടെയും പൈസ അതിലുണ്ടെന്നാണ്. അതായത് കണക്ക് പറയുന്ന ടീംസിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് വലതുപക്ഷവും ബി ജെ പിയും വലതുപക്ഷമൊക്കെ സഖ്യം ചേർന്ന് കളിക്കുന്ന കളികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആരൊക്കെ എവിടേക്ക് എന്തൊക്കെ കളികൾ കളിച്ചാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് വെറുതെ പ്രഹസനങ്ങൾ കാണിക്കാതെ ഞങ്ങൾ ചെയ്യുമെന്നുള്ളത് കാണിച്ചു തരികയാണ് വീണ്ടും വീണ്ടും നമ്മുടെ ഇടതുപക്ഷ സർക്കാർ. ചെയ്യുന്നത് കൊള്ളരുതായ്മകൾ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലതും ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം, അങ്ങനെ പറയാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ നല്ലൊരു പ്രവൃത്തി ചെയ്ത നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ഭാഗത്തു നിന്നൊരു ബിഗ് സല്യൂട്ട്, അതേപോലെ തന്നെ എൻ്റെ ഭാഗത്തു നിന്നും. കാരണം ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് നിങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത്. വെറുതെ ഒരു വീട് വെച്ച് നൽകി അവരെല്ലാം വെറുതെ വിട്ടാൽ മതി എന്നൊരു തോന്നലൊന്നും നമ്മുടെ ഇടതുപക്ഷത്തിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു നഗരം തന്നെ വാർത്തെടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ അവർ ചെയ്തു കൊടുത്തത്. അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. ഈ ഒരു കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ ജയിപ്പിച്ചു വിട്ടതിൽ ഒരുപാട് നല്ലതായി പോയി എന്ന് ചിന്തിക്കുന്ന നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. എന്താണ് ഇവിടെ വലതുപക്ഷവും BJPയും ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. എന്നാൽ ഇതിനെയെല്ലാം വിമർശിക്കുന്ന മറ്റൊരു കൂട്ടം സംഘികളുടെ പുത്രന്മാരും ഒക്കെ വേറെ സൈഡിലുമുണ്ട്. എന്തായാലും ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ഒരു ഇടപെടൽ വളരെ ആവശ്യമായിരുന്നു, അല്ലെ അനിവാര്യമായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കാത്തിരിക്കും. ഓക്കെ, ബൈ.